അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 10ാമത്തെ പാഠം അലൈക ബിൽ ജമാഅത്തിനെ നീ മുറുകെ പിടിക്കുക, ജമാഅത്തിനെ നീ നിർബന്ധമാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിച്ച് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ജമാഅത്തായി നിൽക്കുന്ന സമയത്ത് ഇമാമും മഅ്മൂമും എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അലൈക ബിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ഇനി ഇവിടുന്ന് നിസ്കരിക്കാം. നോമ്പ് തുറന്നപ്പോൾ ഉപ്പ പറഞ്ഞു. മഗ്രിബ് നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു. ആളുകൾ വിവിധ റൂമുകളിൽ സ്വഫായി നിന്നു. ബെഡ്റൂമിൽ നിൽക്കുന്നവരിൽ ഒരാൾ വാതിലിനു നേരെ നിൽക്കണം, ഉസ്താദ് ഓർമ്മിപ്പിച്ചു. എന്തിനാണ് വാതിലിനു നേരെ നിൽക്കാൻ പറഞ്ഞത്? നിസ്കാരത്തിന് ശേഷം ജാബിർ ചോദിച്ചു. മസ്ജിദായി വഖഫ് ചെയ്യാത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. ഷർത്ത് നഷ്ടമായാൽ ജമാഅത്ത് ശരിയാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പള്ളിയായിട്ട് വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്തുള്ള വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിലാണ് ഇമാമ് നിൽക്കുന്നത് എങ്കിൽ ഡൈനിങ് ഹാളിലുള്ള മഅ്മൂമിങ്ങൾക്ക് ഇമാമിനെ കാണാൻ കഴിയും. പിന്നെ നിൽക്കാനുള്ള സ്ഥലം ബെഡ്റൂമിലാണ് എങ്കിൽ ബെഡ്റൂമിൽ നിൽക്കുന്നവർക്ക് ഇമാമിനെ കാണാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇമാമിനെ കാണുന്ന രൂപത്തിൽ ബെഡ്റൂമിൻ്റെ വാതിൽ ഒരാളെ നിർത്തുക. ഒന്നുകിൽ അയാൾ ഇമാമിനെ കാണണം, അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന മഅ്മൂമിങ്ങളെ അയാളെ കാണണം. ആ രീതിയിലായിരിക്കണം ബെഡ്റൂമിലുള്ളവർ നിൽക്കേണ്ടത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? ഒരാളെ നിർത്തുക. അത് ഷർത്താണെന്നാണ് പറഞ്ഞത്. പള്ളി അല്ലാത്ത സ്ഥലമാണെങ്കിൽ അപ്പോൾ വീടുകളിലൊക്കെ വെച്ച് പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജമാഅത്തിന് വേറെയും ഷർത്തുകളുണ്ടോ? ഉണ്ട്. ഇമാമിനോട് തുറന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യുക. ഇമാമിനോട് തുടരുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യുക. ഷർത്താണ് ഉണ്ടാവും. ഷർത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഷർത്ത് നഷ്ടപ്പെട്ടാൽ ജമാഅത്ത് ശരിയാവില്ല. അപ്പോൾ എന്താ ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞത്? ഇമാമിനോട് തുടരുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യണം. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമായിട്ടുള്ള ആൾ പറയണം, ലോറി എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഖിബിലക്ക് മുന്നിട്ട് അതായി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇമാമോട് കൂടെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ ആ നിസ്കാരം ശരിയാവില്ല. ജമാഅത്ത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇനി അറബിയിലാണ് വെക്കുന്നതെങ്കിൽ ഉസല്ലി ഫർളൽ ളുഹ്രി 4 റക്അത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി. അങ്ങനെ എന്ത് ചെയ്യുക? മഅൽ ഇമാമി എന്ന് അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. അത് ഷർത്തിൽപ്പെട്ടതാണ്. ഷർത്ത് പോയി കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. ഇനി അടുത്തത്, കാൽ മടമ്പ് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാകാതിരിക്കുക. മടമ്പും കാല് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇമാമിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മഅ്മൂമായി നിൽക്കുന്ന ആളുടെ മടമ്പും കാല് ഇമാമിൻ്റെ മടമ്പിനെയും വിട്ട് ഇമാമിൻ്റെ മുമ്പിലേക്ക് കടന്നു പോയാൽ ആ നിസ്കാരം ശരിയാവൂല, ജമാഅത്ത് ശരിയാവൂല. ജമാഅത്തിൻ്റെ ഷർത്താണ് കാൽ മടമ്പ് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാകാതിരിക്കുക. അപ്പം ഈ മഅ്മൂമിൻ്റെ മടമ്പും കാല് കൊണ്ട് ഒരിക്കലും ഇമാമിൻ്റെ മുന്നിലേക്കാണ് കയറി നിൽക്കാൻ പറ്റൂല. അതെങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇമാമിൻ്റെ കാലിൻ്റെ മടമ്പ് ഇവിടെയാണുള്ളത്. അതിനേക്കാൾ മുന്നിൽ മഅ്മൂമിൻ്റെ കാലിൻ്റെ മടമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് ശരിയാവുകയില്ല, നിസ്കാരം സഹിയാവുകയില്ല. അപ്പോൾ ഇമാമിൻ്റെ മടമ്പിനേക്കാൾ മഅ്മൂമിൻ്റെ മടമ്പ് മുന്താതിരിക്കണം, മുന്നേ വരാതിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് എന്ത് വേണം? നോക്കൂ, ഇമാമിനേക്കാൾ ഒരല്പം പിന്നിലായിട്ടാണ് ആര് നിൽക്കേണ്ടത്? കണ്ടോ? ഇമാമ് ദാ നിൽക്കുന്നു, ഇമാമിൻ്റെ വലതുഭാഗത്തായിട്ട് മഅ്മൂമ് നിൽക്കുന്നു. കണ്ടോ? ഒരല്പം പിന്നിലായിട്ടാണ് നിൽക്കേണ്ടത്. ഇനി ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു ഇമാമും മഅ്മൂമും മാത്രമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാമ് എവിടെ നിൽക്കണം? മഅ്മൂം എവിടെ നിൽക്കണം? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, എന്നാൽ അദ്ദേഹം എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ഇമാമും മഅ്മൂമും മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലതുവശത്ത്
ഇമാമിൻ്റെ വലതുവശത്ത് ഒരല്പം പിന്തിയാണ്, ഒരല്പം ബേക്കോട്ട് നിന്നാണ് ആര് നിൽക്കേണ്ടത്? മഅ്മൂം നിൽക്കേണ്ടത്. ഇനിയോ നോക്കൂ, അടുത്തൊരാൾ വരുന്നത് കണ്ടോ നിങ്ങൾ? ആ വരുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും നോക്കേ, എല്ലാവരും നോക്കിക്കോളൂ. ആ കണ്ടോ? ആദ്യം ഒരാൾ വന്നു നിന്നു, ഇമാമായി നിന്നു. ബേക്കിൽ ഒരല്പം വലതുഭാഗത്ത് ഒരല്പം ബേക്കിലായിട്ട് മഅ്മൂം നിന്നു. വേറെ ആൾ വന്നപ്പം അയാൾ ഇടതുഭാഗത്ത് നിന്നു. എന്നിട്ടോ രണ്ടാളും കൈകെട്ടിയതിന് ശേഷം, ആദ്യം ഒരാൾ കൈകെട്ടിയിട്ടുണ്ട്, മറ്റേ ആളും കൈകെട്ടിയതിന് ശേഷം ഒന്നിച്ച് ബേക്കോട്ട് ഇറങ്ങി. എന്നിട്ട് സ്വഫായിട്ട് നിന്നു. ഇനി ഒന്നിച്ചാണ് ആളുകൾ വരുന്നതെങ്കിലോ ഇമാമു മുന്നിൽ, ബേക്കിൽ മഅ്മൂമിങ്ങൾ സ്വഫായിട്ട് എന്താക്കണം? നിൽക്കണം. മനസ്സിലായ മക്കളെ? അല്ലാതെ ചില പള്ളികളിലൊക്കെ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഒരാൾ ഇമാമായി നിൽക്കുന്നുണ്ടാവും, ബേക്കിൽ അല്ലെങ്കിൽ വലതുഭാഗത്ത് ഒരു മഅ്മൂം നിൽക്കുന്നുണ്ടാവും. വേറെ ആൾ വരുന്ന സമയത്ത് ഇയാൾ സ്വഫിൽ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യും? മറ്റേ മഅ്മൂമിനെ ഇങ്ങനെ പിടിച്ച് ബേക്കോട്ട് ഇങ്ങനെ വലിക്കും. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ കാണിച്ച രൂപത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രമാണുള്ളതെങ്കിൽ ആ മഅ്മൂം ഇമാമിൻ്റെ വലത് ഭാഗത്ത് ഇമാമിനേക്കാൾ അല്പം പിന്തി കൊണ്ടാണ് നിൽക്കേണ്ടത്. രണ്ടാമതൊരാൾ വന്നാൽ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് വന്ന് നിന്ന് തക്ബീർ ചൊല്ലുന്നു. അതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ പിറകോട്ട് നീങ്ങുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് ഒന്നാമത്തെ ആൾ ഇമാമിൻ്റെ തൊട്ട ബാക്കിൽ നിന്ന് വലതുഭാഗത്ത് നിസ്കരിക്കുന്നുണ്ടാകും. എന്നാൽ അടുത്ത് വരുന്ന ആളെന്ത് ചെയ്യും? ബാക്കിൽ നിന്നുകാണ്ട് എന്ത് ചെയ്യും? അവനങ്ങോട്ട് വലിക്കും. എന്നിട്ടാണ് അവൻ തക്ബീർ ചൊല്ലുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്ന ആൾ ഇടത് ഭാഗത്ത് നിന്ന് തക്ബീർ ചൊല്ലിയതിന് ശേഷം രണ്ടുപേരും കൂടെ ഒന്നിച്ച് പുറകോട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഇമാമിൻ്റെ ബാക്കിൽ സൊഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവർ ഒറ്റ സൊഫായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത്. ഇനി ഇമാമിനോട് നമ്മൾ മടമ്പുകാല കൊണ്ട് മുന്തരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നിന്നാലോ അത് ജമാഅത്തിൻ്റെ കറാത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്ത് സംഭവിക്കും? ജമാഅത്തിൻ്റെ കൂലി അവിടെ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഇമാമിൻ്റെ ഒരാൾ വന്നാൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഒരാൾ വന്നിട്ട് ഇടത് ഭാഗത്താണ് നിന്നത്. ഒരാൾ വന്നപ്പോൾ ആകെ ഒരാളുള്ളൂ, അയാൾ വന്ന് ഇടത് ഭാഗത്ത് നിന്നു. അപ്പോഴും ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. നിസ്കാരം ശരിയാകും, ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല. മടമ്പുകാല് കൊണ്ട് മുന്തിയാൽ എന്താകും? ഷർത്ത് നഷ്ടപ്പെടും. ഇമാമിനേക്കാൾ മടമ്പുകാല് കൊണ്ട് മുന്തിയിട്ടുണ്ടെങ്കിൽ ഷർത്ത് നഷ്ടപ്പെടും. അപ്പോൾ ജമാഅത്ത് ശരിയാവുകയില്ല. ഇനി അടുത്തത് ഇമാമിൻ്റെ അടുത്ത ഷർത്ത് പറഞ്ഞത് ഇമാമിൻ്റെ ചലനങ്ങൾ അറിയുക എന്നാണ്. അപ്പോൾ ഇമാമിൻ്റെ റുക്കൂയിലേക്കും സുജൂദിലേക്കും ഇത്തലിലേക്കുള്ള പോയി വരവുണ്ടല്ലോ, പോക്ക് വരവ്, അത് ആരറിയണം? മഅ്മൂം അറിയണം. അതെങ്ങനെ അറിയാം? ഒന്നുകിൽ ഇമാമിനെ നേരിട്ട് കാണും, അല്ലെങ്കിലോ ഇമാമിനെ കാണുന്ന മഅ്മൂമിനെ കാണൽ കൊണ്ട്. ആ രണ്ട് രീതിയിലാണ് ആ ഇമാമിൻ്റെ ചലനങ്ങൾ അറിയുക. അടുത്തത് ഖിബിലക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഖിബിലക്ക് പിന്നിടാത്ത രൂപത്തിൽ ഇമാമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കണം അവനെന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത്. മുതലായവ ജമാഅത്തിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഷർത്തുകൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ശേഷം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അവർ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു പിരിഞ്ഞു. യഉമ്മുൽ ഖൗമ അഖ്റഉഹും, എന്താ പറഞ്ഞത്? ഖുർആൻ കൂടുതൽ അറിയുന്നവർ, അതായത് ഇൽമുള്ളവർ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം. ഇൽമുള്ളവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ജമാഅത്തിന് ഇമാമായിട്ട് നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് തദീബാത്ത് നോക്കാം. ഒന്ന് നുഇദ് ബയാനൻ, എന്തായാലും ഒന്നാമത്തെ നിങ്ങളുടെ വീട്ടിൽ നടന്ന നോമ്പ് സൽക്കാരത്തെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പോൾ നമുക്കിതാ, എൻ്റെ വീട്ടിൽ റമദാൻ 17 ബദ്രീങ്ങളെ ആണ്ടിൻ്റെ അന്നായിരുന്നു നോമ്പ് സൽക്കാരം. അസറിന് ശേഷം മൗലിദ് പാരായണത്തിന് മദ്രസയിലെ ഉസ്താദുമാർ നേതൃത്വം നൽകി. നോമ്പ് തുറക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം വീട്ടുകാർ തയ്യാർ ചെയ്തു. മൗലിദ് പാരായണം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണത്തിന് മുന്നിലിരുന്നു. മഗ്രിബ് ബാങ്ക് വിളിച്ചു. എല്ലാവരും നോമ്പ് തുറന്നു. ഭക്ഷണം കഴിച്ച ശേഷം നിസ്കരിച്ചു. എല്ലാവരും പിരിഞ്ഞു.
ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, ജമാഅത്തിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? അപ്പോൾ ജമാഅത്തിൻ്റെ ഷർത്തുകൾ പാഠത്തിൽ പറഞ്ഞത് ഇവിടെ എഴുതി കൊടുക്കുക. ഇമാമിനോട് തുടരുന്നു എന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യുക. 2, കാൽ മടമ്പ് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാകാതിരിക്കുക. 3, ഇമാമിൻ്റെ ചലനങ്ങൾ അറിയുക. 4, ഖിബിലക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഇനി രണ്ടാമത്തേത്, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് ജമാഅത്ത് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? ആൻസർ, ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം ഒരാളെന്ത് ചെയ്യാൻ നിൽക്കലാണ്. ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കലാണ് ഒരാളെന്ത് ചെയ്യുക, നിൽക്കുക. 3, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ആൻസർ, ഇമാമിനോട് തുടരുന്നു എന്നെന്ത് ചെയ്യുക, നിയ്യത്ത് ചെയ്യുക. 4, ഷർത്ത് നഷ്ടമായാൽ ശരിയാവുകയില്ല എന്ത്? ആൻസർ, നിസ്കാരം. ഇനി 3, നഖ്റ വനക്തുബ് വായിച്ച് എഴുതാനുള്ളതാണ്. ഹർക്കത്തുകളും പുള്ളികളൊന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതുക. അലൈക ബിൽ ജമാ എന്നുള്ള തുട്ട കള്ളിയിൽ അങ്ങനെ ഓരോ വാക്കുകളും അതിൻ്റെ അടുത്തുള്ള കള്ളിയിലേക്ക് എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.